ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു അടിപൊളി നാട്ടിലൂടെയുള്ള മനോഹരമായ യാത്രയാണ് ചെയ്യാൻ പോകുന്നത്. യാത്ര മാത്രമല്ല, ഒരുപാട് പഠിക്കാനുമുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണണേ. കാസർഗോഡ് ജില്ലയിലെ അതിമനോഹരമായ ഒരു തീരദേശ ദ്വീപാണ് വലിയപറമ്പ്. ഹോസ്ദുർഗ് താലൂക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കവ്വായി കായലാണ് ഈ ദ്വീപിനെ കരയിൽ നിന്നും വേർതിരിക്കുന്നത്. കവ്വായി കായലിന് വലിയപറമ്പ കായലെന്നും പേരുണ്ട്. ഈ കായലിലൂടെയാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. കേരളത്തിൽ വലുപ്പത്തിൽ മൂന്നാമത്തേതും വടക്കൻ കേരളത്തിലെ ഏറ്റവും വലുതുമായ കവ്വായി കായൽ ഏറ്റവും മനോഹരമായ കായൽ സ്ഥലങ്ങളിൽ ഒന്നാണ്. വ്യത്യസ്ത നദികളാൽ പോഷിപ്പിക്കപ്പെട്ടതാണ് കവ്വായി കായൽ. പച്ചപ്പ് നിറഞ്ഞ സസ്യജാലങ്ങളാലും മരതക പച്ച നിറമുള്ള കായലുകളാലും അനുഗ്രഹീതമായ ഈ സ്ഥലത്ത് ധാരാളം ചെറുദ്വീപുകൾ കാണപ്പെടുന്നു. ശാന്തമായ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ അവിസ്മരണീയമായ ഒരു ജലയാത്ര ആഗ്രഹിക്കുന്നവർക്ക് തീർത്തും അനുയോജ്യമാണ് ഇവിടെ. പ്രകൃതിയുടെ മടിത്തട്ടിൽ ഏകാന്തത തേടുന്നവർക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് വലിയപറമ്പ ദ്വീപും കവ്വായി കായലും. സഞ്ചാരികൾക്കായി പരമ്പരാഗത രീതിയിലുള്ള ധാരാളം ഹൗസ് ബോട്ടുകൾ ഉണ്ട് ഇവിടെ. കൂടാതെ കേരള ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടുകളും ഇവിടെ സജ്ജമാണ്. പ്രസിദ്ധമായ ബേക്കൽ കൊട്ടക്കടത്ത് നിന്ന് ഏതാനും കിലോമീറ്റർ മാത്രമാണ് കവ്വായി കായലിലേക്കുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ബോട്ട് ജെട്ടിയെ ലക്ഷ്യമാക്കി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ ഫെറിയിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. വലിയപറമ്പിൽ നിന്ന് രാമൻതളിയിലേക്കും അവിടുന്ന് തിരിച്ചുമാണ് ഞങ്ങളുടെ യാത്ര. വെറും 30 രൂപയാണ് ഈ യാത്രയ്ക്ക് ചിലവ് വരുന്നത്. പയ്യന്നൂരിൽ നിന്ന് 11, ബേക്കലിൽ നിന്ന് 30, കണ്ണൂരിൽ നിന്ന് 40, കാസർഗോഡിൽ നിന്ന് 49 കിലോമീറ്റർ അകലെയാണ് വലിയപറമ്പ സ്ഥിതി ചെയ്യുന്നത്. ചെറുവത്തൂരും trikaripurമാണ് ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ. കവ്വായി കായലിനും അറബിക്കടലിനും ഇടയിലുള്ള ഒരു നീണ്ട കരയാണ് വലിയപറമ്പ ദ്വീപ്. ജനവാസമുള്ള ഈ ദ്വീപിന് ഏതാണ്ട് 16 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. ഒരു ദേശീയ ജലപാത ദ്വീപിലൂടെ കടന്നു പോകുന്നു. ദ്വീപിന്റെ ചില ഭാഗങ്ങളിൽ കടലും കായലും തമ്മിൽ മീറ്ററുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. കായലിലൂടെയും കരയിലൂടെയുമുള്ള യാത്രകളിൽ അതീവ ഹൃദ്യമായി ഈ കാഴ്ച ആസ്വദിക്കാൻ സാധിക്കുന്നു. ആ കാണുന്നതാണ് ജലഗതാഗത വകുപ്പിന്റെ കവ്വായി കായലിലെ ബോട്ട് ജെട്ടി. അവിടെ നിന്നാണ് ബോട്ടുകൾ സാധാരണ യാത്ര ആരംഭിക്കുന്നത്. കായൽ മുഴുവൻ സഞ്ചരിക്കാൻ സർക്കാർ ഫെറികൾ ലഭ്യമാണ്. മല ബോട്ടുകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. നോക്കൂ, ഞങ്ങൾക്ക് പോവാനുള്ള ഫെറി വരുന്നു. ഇപ്പോൾ 2 ബോട്ടുകളാണ് ജലഗതാഗത വകുപ്പിനായി ഈ കായലിൽ സർവീസ് നടത്തുന്നത്. അതിൽ ഒന്നാണ് ഈ വരുന്നത്.
1:15-നാണ് ഞങ്ങൾ ബോട്ടിൽ കയറിയത്. ബോട്ടിൽ വളരെ കുറച്ച് യാത്രക്കാർ മാത്രമേ ഉള്ളൂ. ദ്വീപിലെ തെങ്ങിൻ തോപ്പുകളുടെ വിശാല ദൃശ്യം ബോട്ട് യാത്രയിൽ കണ്ണിന് ഇമ്പമേറുന്ന ഒരു കാഴ്ച തന്നെയാണ്. വലിയപറമ്പ ദ്വീപിലെ സസ്യങ്ങളിൽ ഏതാണ്ട് ഭൂരിഭാഗവും തെങ്ങിൻ തോപ്പുകൾ തന്നെയാണ്. നോക്കൂ, ആ ബോട്ട് ജീവനക്കാരന്റെ നോട്ടം കണ്ടോ? അദ്ദേഹം പപ്പയെ നോക്കുകയാണ്. പപ്പയുടെ കൊയിലാണ്ടിയിലുള്ള സ്ഥാപനത്തിൽ പരിശീലനം നേടിയാണ് അദ്ദേഹം ബോട്ട് ലാസ്കറായി ഗവൺമെന്റ് ജോലിയിൽ കയറിയത്. രജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രക്കാരനാണ്. അപചാരിതമായിട്ടാണ് ഇരുവരും ഇവിടെ വെച്ച് കണ്ടുമുട്ടിയത്. സർക്കാർ നടത്തുന്ന ഈ ഫെറി യാത്രയ്ക്ക് ഞങ്ങൾ മുടക്കിയത് ഒരാൾക്ക് വെറും 15 രൂപ മാത്രമാണ്. രാമന്തളിയിൽ നിന്നും തിരിച്ചും അങ്ങനെ തന്നെ ടിക്കറ്റ് എടുത്തു. ഈ കാണുന്നതാണ് ജലഗതാഗത വകുപ്പിന്റെ ഈ കായലിൽ സർവീസ് നടത്തുന്ന രണ്ടാമത്തെ ബോട്ട്. നോക്കൂ, എന്ത് മനോഹരമാണ് ഈ കായൽ. എത്ര കണ്ടാലും മതി വരില്ല. ആ കാണുന്നതാണ് പുതുതായി നിർമ്മിച്ചിട്ടുള്ള ബോട്ട് ജെട്ടി. പ്രവർത്തനം തുടങ്ങിയാൽ ഇനി ഹൗസ് ബോട്ടുകളൊക്കെ ഇവിടെ നിന്നാണത്രേ യാത്ര ആരംഭിക്കുന്നത്. ചെറുതും വലുതുമായ നിരവധി ദ്വീപുകളാൽ ചുറ്റപ്പെട്ടതാണ് കവ്വായി കായൽ. വലിയപറമ്പ് ദ്വീപാണ് അവയിൽ ഏറ്റവും വലുത്. ഞങ്ങളുടെ കൂടെ ഈ ബോട്ട് യാത്രയിൽ സഹായത്തിനായുള്ളത് വലിയപറമ്പ് സ്വദേശിയും സ്കൂൾ അധ്യാപകനുമായ സുഹേൽ സാറാണ്. സാർ എനിക്ക് യാത്രയിലുടനീളം കണക്കിലെ കുറേ ടിപ്സുകൾ പറഞ്ഞു തന്നു. വളരെ രസകരമായിട്ടാണ് സാർ ഓരോന്നും പഠിപ്പിച്ചു തന്നത്. ഞാനതൊക്കെ വേഗത്തിൽ പഠിച്ചെടുക്കുകയും ചെയ്തു. സുഹേൽ സാറിന്റെ മോനും ഈ യാത്രയിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കവ്വായി, പടന്നക്കാട്, വലിയപറമ്പ്, കൊച്ചൻ, ഇടയിലക്കാട്, കണ്ണുവീട്, ഉടുമ്പൻതല, വടക്കുംപാട്, വടക്കേക്കാട്, കൊക്കൽ, മടക്കൽ, കവായിക്കടപ്പ്
trikaripur തുടങ്ങിയവയാണ് കവ്വായി കായലിലെ പ്രധാന ദ്വീപുകൾ. നോക്കൂ, കടലും കായലും ഒറ്റ നോട്ടത്തിൽ തന്നെ ദ്വീപിന്റെ ഇരുവശത്തും കാണാം. എന്ത് രസമാണ്! കവ്വായി നദിയും അതിന്റെ പോഷക നദികളായ വണ്ണാത്തിച്ചാൽ, കുണിയൻ, കുപ്പിത്തോട്, കാങ്കോൽ തുടങ്ങിയവ ചേർന്നതാണ് കവ്വായി കായൽ. കവ്വായി കായലിന്റെ വടക്കൻ ഭാഗം വലിയപറമ്പ് കായൽ എന്ന് അറിയപ്പെടുന്നു. ഈ ദ്വീപിൽ 10,000-ലധികം ജനസംഖ്യയുണ്ട്. കൃഷിയും മത്സ്യബന്ധനവുമാണ് ദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം. ആ ദൂരെ കാണുന്നതാണ് ഏഴുമല നാവിക അക്കാദമി. വടക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ തണ്ണീർത്തട ആവാസ വ്യവസ്ഥയാണ് കവ്വായി കായലും തണ്ണീർത്തടങ്ങളും. വൈവിധ്യമാർന്ന ജന്തുജാലങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ഇത്. ഏഴുമലയിലെ ഇന്ത്യൻ നേവൽ അക്കാദമിയുടെ വാട്ടർഷിപ്പ് ലൈൻ പരിശീലനത്തിനായി ഇത് ഉപയോഗിക്കുന്നു. പയ്യന്നൂർ ടൗണിൽ നിന്നും 12 കിലോമീറ്റർ അകലെയാണ് ഏഴുമല നാവിക അക്കാദമി. ഞങ്ങൾ രാമന്തളിയിൽ എത്തിക്കഴിഞ്ഞു. ഇനി മടക്കയാത്രയാണ്. ഏതാണ്ട് 2 മണിക്കൂറിലേറെ ഞങ്ങളുടെ യാത്രയ്ക്ക് സമയമെടുത്തു. ഏതൊരു വിനോദസഞ്ചാരിക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു യാത്ര തന്നെയായിരിക്കും കവ്വായി കായലിലൂടെയുള്ള ബോട്ട് യാത്ര. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ പ്രകൃതി ഭംഗി കൊണ്ട് ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് വലിയപറമ്പ ദ്വീപും കവ്വായി കായലും. ഞങ്ങളുടെ ഈ യാത്ര അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ഉച്ചഭക്ഷണം കഴിക്കാതെയാണ് യാത്ര ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്ക് നിർത്തിയപ്പോൾ ഞങ്ങൾ ഓടിപ്പോയി ഐസ്ക്രീം വാങ്ങി വന്നു. വിശപ്പിന് താൽക്കാലികമായി ആശ്വാസം ലഭിക്കാൻ ആ ഐസ്ക്രീം കൊണ്ട് സാധിച്ചു. ഈ സുന്ദരമായ നാട്ടിൽ ഒരിക്കൽ കൂടി ഈ കായലിലൂടെ യാത്ര ചെയ്യണമെന്ന മോഹം ഉദിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങളുടെ ഈ യാത്ര അവസാനിക്കുന്നത്. ഞങ്ങളുടെ ഈ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കവ്വായി കായലിലൂടെ ബോട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക. സർക്കാർ ഫെറികൾ രാവിലെ 6:15 ആയിട്ടിയിൽ നിന്ന് യാത്ര ആരംഭിക്കുന്നു. പടന്ന, മാവിലാടം, കോവാഹി, കൊറ്റി ഭാഗങ്ങളിലേക്കാണ് പ്രധാനമായും സർവീസുകൾ ഉള്ളത്. ഇതാ ഞങ്ങൾ കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി സുഹേൽക്കയുടെ വീട്ടിൽ നിന്ന് ഒരു അടിപൊളി ഓണം. അതിനുശേഷം ഞങ്ങൾ വലിയപറമ്പ ബീച്ച് കാണാൻ വേണ്ടി പോകും. രജീഷേട്ടനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇതാ തിരിയുന്നു. അപ്പോ
എന്നും പറയുന്നത് പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും അടിപൊളി വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും എത്തും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. ബൈ.